ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ 2025 അതായത് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഡിസംബർ ആയി, ഈ ഒരു മാസം കഴിയാറായി, 2025 ആവാറായി അല്ലേ. അപ്പോൾ 2025 നമ്മൾ പുതിയൊരു തുടക്കം കുറിക്കാൻ പോവുകയാണ് കേട്ടോ. അതായത് 2026 ആകുമ്പോഴേക്കും എല്ലാവരുടെ കയ്യിലും 1,00,000 രൂപ സേവിങ്സ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ജോലിയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് എങ്ങനെ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ഒരു 10 പൈസ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റാതെ ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ. പക്ഷെ നിങ്ങൾക്കറിയോ നിങ്ങളുടെ കയ്യിൽ കൂടെ എത്ര ലക്ഷങ്ങളാണ് തിരിഞ്ഞു മറിഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ളത്? നിങ്ങൾ അത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ജോലിയുള്ളവരാണെന്നുണ്ടെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരുപാട് ക്യാഷ് ചിലവാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഇത്രയും പ്രായത്തിൻ്റെ ഇടയിൽ നമ്മൾ എത്രത്തോളം ലക്ഷ്യങ്ങൾ കയ്യിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചിലവിലായിട്ടും നമ്മുടെ കയ്യിൽ കൂടെ തന്നെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും നമ്മുടെ കയ്യിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടും നമ്മൾ എന്താണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് ഒന്നൊന്ന് ആലോചിക്കുക കേട്ടോ. നമ്മൾ എന്താണ് എടുത്തു വെച്ചിട്ടുള്ളത്? നമുക്കൊരു ചിലവ് വന്നാൽ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അതൊക്കെ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. സാധാരണ നമ്മൾ ഗുണ്ടികയിലൊക്കെ ക്യാഷ് ഇടുമല്ലോ. ഗുണ്ടിക, അതിന് വേറെ എന്തൊക്കെ പേര് ഉണ്ട്, ഞങ്ങളിവിടെ അങ്ങനെയാണ് പറയാറുള്ളത്. നമ്മൾ മണിയൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു പെട്ടിയിൽ എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് അത് ഇതാക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് കുറച്ചും കൂടി ഒന്നുകൂടി നമുക്ക് ഇടാനുള്ളൊരു ഇൻട്രസ്റ്റും എന്നാൽ അതുപോലെ തന്നെ നമുക്ക് നിശ്ചിത എമൗണ്ട് നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ 1,00,000 ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി എൻജോയ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നും ഇങ്ങനെ ക്യാഷൊന്നും കിട്ടൂല, അങ്ങനെ 1,00,000 ആക്കാനുള്ളൊന്നും കിട്ടൂല എന്ന് വിചാരിക്കണ്ട. ഭയങ്കര സിമ്പിളാണ്, നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ അത്രയും പറ്റൂല എന്നുള്ളവർക്ക് 50,000-ൻ്റെ ഒരു ട്രിക്കും കൂടി പറഞ്ഞു തരാം കേട്ടോ. 50,000 രൂപ ഒരു വർഷം കൊണ്ട് സേവ് ചെയ്യുന്ന അതും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം 1,00,000-ൻ്റെ കാര്യം പറയാം കേട്ടോ. അപ്പോൾ ജോലി ഇല്ലാത്തവരാണെന്ന് കരുതിയിട്ട് നമ്മളടുത്ത് എവിടുന്ന ക്യാഷ് എന്ന് വിചാരിച്ചിട്ട് വീഡിയോ കാണാതെ പോകണ്ട. കാരണം ഞാനും വീട്ടിലിരുന്ന് ചെറിയ അല്ലറ ചില്ലറ പണികളിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്ന ആളാണ്. അല്ലാതെ ഞാനും പുറത്ത് പോയി പണിയെടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാസ വരുമാനമായിട്ട് അല്ലാതെ ഒരു ശമ്പളമോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഹസ്ബൻഡ് അയച്ച് അങ്ങനെയുള്ളവർക്കും ഒക്കെ നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡൊക്കെ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലാവില്ല ക്യാഷ് കിട്ടുക, അങ്ങനെയുള്ളൊരിതോ ഒന്നുമില്ല. എന്നിട്ടും ഞാൻ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ്. ഞാൻ എങ്ങനെ ക്യാഷൊക്കെ ഏൺ ചെയ്തത് എന്നുള്ളത് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ, അതിൽ കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ ഒരുപാട് ബിസിനസ് ഐഡിയാസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് കാണുന്നതിൻ്റെ ഇടയിലാണ് ഒരു ബോക്സ്, അതിൻ്റെ മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ടാണ് ആ ഒരു റീൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ക്യാഷ് എടുത്ത് വെക്കുന്ന നമ്മുടെ ഈ ഗുണ്ടിക ഉണ്ടല്ലോ, അതൊന്നും കൂടി മോഡേൺ ആയിട്ട് ഒരു മണി സേവിങ് ബോക്സ് പറഞ്ഞാൽ ഇത് തന്നെ ഒരു സംഭവം, അതിന് ഇംഗ്ലീഷാണെന്നുള്ളൂ. അങ്ങനെ ഒരു പലരും കണ്ടിട്ടുണ്ടാവും, വുഡൻ്റെ ഒരു പെട്ടി. ഞാനത് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടാവും 100, 500, 200, 50 അങ്ങനെ കുറേ അക്കങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൽ കണ്ടാൽ മനസ്സിലാവും, ആ ഫോട്ടോയിൽ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ഗുണ്ടികയിലേക്ക് നമ്മൾ ക്യാഷ് ഇടുമ്പോൾ അതിലുള്ള എമൗണ്ട് ഇടുക കേട്ടോ. 100, 500, 200, 50 അങ്ങനെ അതിലേതാണ് ഇടുന്നത് ആ ഇടുന്നത് നമ്മൾ മാർക്കർ കൊണ്ട് ജസ്റ്റ് ആ പെട്ടിയുടെ പുറത്തുള്ളതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഫുള്ള് മാർക്കാവുമ്പോൾ നമ്മുടെ ആ 1,00,000 അതിൽ സേവ് ആയി കഴിഞ്ഞു. നമുക്കത് തുറന്നു നോക്കാതെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്നുകൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, നമുക്ക് കൂടുതലായി അതിലേക്ക് ഇടാനും ഒക്കെ ഒന്നുകൂടി താല്പര്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ 500 ഇടുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിലരൊക്കെ അങ്ങനെ വിചാരിക്കും 500 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്നത് കുറച്ചൊരു 1,00,000 നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് സാധാരണക്കാർക്ക് കുറച്ചൊരു വലിയൊരു എമൗണ്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ അത്രയും വലിയൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ആ ഒരു ചിന്തയോടെ നിങ്ങൾ
ക്യാഷ് ഇടുക കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബോക്സിൽ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഫോട്ടോ കസ്റ്റമൈസ് ചെയ്യാം, പേര് കസ്റ്റമൈസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. 1000 അതിൻ്റെ മുകളിലും. പിന്നെ മീഷോയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അതിലാണെന്നുണ്ടെങ്കിലും 500-600 ഒക്കെ സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബോക്സിന്. അപ്പം നിങ്ങൾക്ക് അതിന് ക്യാഷ് ചിലവാക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള പിക്ചർ ഉണ്ടല്ലോ, 1 ലക്ഷത്തിൻ്റെ പിക്ചർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അത് നിങ്ങൾ ഒരു പേജിൽ അതേപോലെ വരച്ച് എഴുതി വെക്കുക കേട്ടോ. അങ്ങനെ എഴുതി വെച്ചിട്ട് നിങ്ങൾ സാധാ ഒരു ഗുണ്ടിക 30-ൻ്റെ 20-ൻ്റെ എത്രയാണ് എനിക്കറിയില്ല, അപ്പോൾ ആ ഒരു ചെറിയ ക്യാഷിൻ്റെ ഗുണ്ടിക വാങ്ങിയിട്ട് അതിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ. അതിലേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ അതിലിടുന്ന സമയത്ത് ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ ബോക്സിന്, ഈ മണി സേവിങ് ബോക്സിന് അത്രയും ക്യാഷ് മുടക്കാതെ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ 1 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നൊരു കുറേ പേരുണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്കാണ് 50,000 വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം 100-ഉം 200-ഒക്കെയാണ് അതിൽ ഇടേണ്ടി വരിക കേട്ടോ. 500-ഒക്കെ കുറച്ചാണ് ഇടേണ്ടി വരുള്ളൂ. അധികവും 100-200-ഒക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ ഇതുവരെയും അങ്ങനെ ഒന്നും എടുത്ത് വെക്കാത്തവർ ഈ ഒരു പുതിയ വർഷത്തിലെങ്കിലും അങ്ങനെ എടുത്ത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. തീർച്ചയായും ഈ സേവിങ്സ് എന്ന് പറയുന്നൊരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ക്യാഷ് ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് അറിയാലോ, വേറൊരാളോട് ചോദിച്ചാൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിലും ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ കടം ചോദിക്കുക അങ്ങനെയൊക്കെ എന്നുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആവും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്താൻ നമ്മൾ ഫസ്റ്റ് രാവിലെ വെച്ചിട്ട് ഇപ്പോൾ പലരും ചെയ്യുന്നൊരു സംഭവമാണ് ബുക്കിൽ എഴുതി വെക്കുക, നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്, നമ്മുടെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഒരുപാട് പേര് നല്ല ഇത് പറയുന്നുണ്ട് അത് പറ്റിയിട്ട്. കാരണം നമ്മൾ എഴുതി വെച്ചാലാണ് അതിൻ്റെ ഗുണം നമുക്കറിയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു നമുക്ക് സേവിങ്സിന് അത്രയും താല്പര്യം ഇല്ലാത്തവരുണ്ടാവും. നമുക്കത് സേവിങ്സ് ഇഷ്ടമാണ്, പക്ഷേ എടുത്ത് വെക്കാൻ മാറ്റി വെക്കാൻ ഒരു മടിയുള്ളവരുണ്ടാവും. അവർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. ഇത് എഴുതി വെക്കുക വേണം കേട്ടോ. അല്ലാതെ നിങ്ങളിത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നാളെ ആ ഒരു ചിലവ് വരാണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷ് ഇടാം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കും. അങ്ങനെ ചെയ്യാതെ നമ്മൾ മാക്സിമം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഹെൽപ്ഫുള്ളായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഹെൽപ്ഫുള്ളാണ്, എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണ്, നിങ്ങളത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ.